ബർത്ത്ഡേ ആണ് ഗൈസ്. ഞങ്ങൾ ആഘോഷിക്കാൻ പോകണുള്ളൂ കേട്ടോ ഗൈസ്. ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കണുള്ളൂ ഗൈസ്. ചാച്ച ഇവിടെ ഉണ്ടായിരുന്നില്ല ഗൈസ്. മുത്തിന് മാത്രം ഡ്രസ്സ് കൊടുത്തിട്ട് ചാച്ച എല്ലാം മുങ്ങിട്ടോ. അതാണ് എൻ്റെ ചാച്ചൻ്റെ ഹോബി എന്ന് പറയുന്നത്. ഇന്ന് കണ്ടില്ലേ ചിരിക്കുന്നത് ഇവിടെ ഇരുന്നിട്ട്. അവിടെ 2 ബാക്കില് ചിന്ന യൂട്യൂബിൽ കാണാനല്ലേ അവിടെ. അയ്യോ ഗൈസ് അവൾക്ക് അതന്നെ ഉള്ളു. ചേച്ചിയെ അപ്പൊ ഗൈസ് ഞങ്ങൾ കോങ്ങാട് എത്തിട്ടോ. ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വന്നൊക്കെ കേട്ടോ. അപ്പൊ ചാച്ച ഇന്ന് രാവിലെ ആയിട്ടോ എത്തിയത്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ നമ്മൾക്കിന്ന് ചാച്ചനെ മുടിപ്പിക്കാനുള്ളതാണ്. അപ്പൊ ഞങ്ങള് എല്ലാ സാധനങ്ങളും മേടിച്ച് മുടിപ്പിക്കണം കേട്ടോ. ബർത്ത്ഡേ ആവുമ്പോ കേക്ക് ഫാക്ടറി അതും മേടിച്ചിട്ടില്ല അന്നേ. അത് നമുക്ക് സാധനങ്ങളൊക്കെ ചാച്ചനെ മുടിപ്പിക്കണം. ഇവര് കോങ്ങാട് KP ഹോസ്പിറ്റലിന്റെ അവിടെയാണ്. KP എവിടെ അവിടെ താഴത്ത്. അപ്പൊ ഞങ്ങള് കോങ്ങാട് എത്തി. കോങ്ങാട് ഒടുക്കത്ത് തിരക്കാണ് ഗൈസ്. അത് ഞങ്ങള് ബസ് സ്റ്റാൻഡിന്റെ അവിടുത്തെ എവിടെ ഒരു സ്ഥലത്ത് ഞങ്ങൾ വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. മൈക്ക് കേട് വന്നു. മൈക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എന്റെ സൗണ്ടൊക്കെ ഇത്തിരി ഉറക്കെ പറയണം. അപ്പൊ ഞാൻ എന്റെ സൗണ്ട് ഇങ്ങനെ അലറിയിട്ട് പറയേണ്ടി വരും. അത് കാരണം ഗൈസ് പനിയാണ്. നിനക്ക് ആദ്യക്ക് പനിയടി. അപ്പൊ ഞാന് ഡ്രസ്സ് എടുക്കാൻ പോട്ടെ. എനിക്ക് നിർബന്ധമൊന്നുമില്ല. എനിക്കില്ലേ എനിക്കൊരു കട തന്നാ മതി. അപ്പൊ ഞങ്ങൾ വണ്ടി നിർത്തിട്ടോ ഗൈസ്. ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനി ഇറങ്ങിയിട്ട് വേണം ചാച്ചനെ മുടിപ്പിക്കാനുള്ളത്. ക്യാമറ ഒന്നും ശരിയല്ല പോകുന്നുണ്ട്. അത് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഗൈസ് ഞങ്ങൾ കടയ്ക്ക് പോട്ടെ. ചേച്ചി ഡ്രസ്സ് എടുക്കാൻ പോട്ടെ. നമുക്ക് അവിടെ നിന്ന് ഇനി കാണാം. ടാറ്റ. ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു ഗൈസ്. ഞങ്ങൾ ക്ഷീണിച്ചു കേട്ടോ. ചാച്ച ഇവിടെ ഭയങ്കര ക്ഷീണമായി. അപ്പോൾ ഞങ്ങൾ ചടക്കായ കാരണം വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ. അപ്പോൾ ഡ്രസ്സൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഞങ്ങൾ കണ്ടില്ലേ അച്ഛൻ ഗൈസ് പാർട്ടി പേപ്പർ അതൊക്കെ മേടിച്ചിട്ടുണ്ട്. ചേച്ചി അവിടെ കേക്കും പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ മുട്ടായി പിടിച്ചിരിക്കുകയാണ് ഗൈസ്. ഗൈസ് ഞങ്ങൾ കോങ്ങാട് കഴിഞ്ഞു. എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കൊട്ടശ്ശേരി എത്തി. അപ്പോൾ ഞങ്ങൾ 3 പേര് ഒരേപോലത്തെ ഡ്രസ്സ് എടുത്ത്. വന്നവർക്ക് ഒന്നുമില്ല ഇല്ല പറഞ്ഞിട്ട് എൻ്റെ ചാച്ച എടുത്ത് പോകണം. എത്ര പൈസ ഓട്ടി ചാച്ച? ചാച്ചൻ ഹീറോയാണ് കണ്ടില്ലേ. ഹീറോ ആണ് ചാച്ച. ഗൈസ് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മ അവിടെ സദ്യ റെഡിയാക്കിയിട്ടുണ്ടാവും. എൻ്റെ അമ്മ ബിരിയാണി ഉണ്ടാക്കി തന്നില്ല കേട്ടോ. ചാച്ചൻ ചിക്കനൊന്നും മേടിച്ചു കൊടുത്തില്ല. അപ്പോൾ നമുക്ക് ചിക്കനും വേണം ഗൈസ്. ഞാൻ ക്ഷീണിച്ചു പോയി ഡ്രസ്സ് എടുത്തിട്ട്. ഇതാണ് എനിക്ക് ഡ്രസ്സ് എടുക്കണം. കണ്ണെടുത്തത് കണ്ടുകൂടാ. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഏത് കേക്കാ മേടിച്ചത്? വാൻചോ ആ കേക്കാണ് മേടിച്ചത്. അപ്പം നമുക്ക് നമ്മൾ അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാം നമുക്ക്. ഞാൻ വീടെത്തി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ ഗൈസ്. എൻ്റെ അയ്യോ ഗൈസ് അമ്മ ഇവിടെ വാലിലൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. ഞാനത് മറന്നു ഗൈസ്. ഇവിടെ എൻ്റെ പട്ടി ഇരിക്കുന്നുണ്ട്. പട്ടി ഞാൻ കാണിച്ചു തരാം ഗൈസ്. കുഞ്ഞപ്പൻ എന്നാണ് ഗൈസ്. ഞങ്ങളുടെ ഇവിടെ ഒരു പട്ടി വന്ന് കിടക്കുന്നുണ്ട്. ഹായ് ഗൈസ്. ഞങ്ങൾക്ക് ഒരു പട്ടി ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ് ഗൈസ് കാണിച്ചു. ഗൈസ് ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ പട്ടി. അപ്പോൾ ഗൈസ് നമ്മൾ ബർത്ത്ഡേ ഒക്കെ ഉണ്ടാക്കി ഞാൻ ഗൈസ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഗൈസ് മിഠായി മേടിച്ചു. മിൽക്കിൻ്റെ പാർട്ടി പൗഡർ മേടിച്ചു തന്നെ പൊട്ടി തന്നെ ബർത്ത്ഡേ ഗൈസ്. ഇന്നാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം വരുന്നത്. എനിക്ക് വളരെ
ഇതാണ് ഞാൻ ഇന്ന് ഇടാൻ പോണത്. അപ്പൊ ഗൈസ് ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവാണ്. അപ്പൊ ഗൈസ് പാർട്ടി പോപ്പറൊക്കെ അല്ലേ ഞങ്ങൾ പുറത്ത് നിന്നിട്ടാണ് പൊട്ടിക്കുന്നത്. അല്ലെങ്കിൽ അപ്പൊ ഇവിടെ ആവും, പിന്നെ കേക്കിലൊക്കെ ആവും. അപ്പൊ ഗൈസ് അത് കോളാവും. അപ്പൊ എനിക്ക് 12 വയസ്സായി ഗൈസ്. അപ്പൊ ഗൈസ് തക്കു എത്തിയിട്ടുണ്ട് അവിടെ. അപ്പൊ ഗൈസ് ചിന്ന അവിടെ നമുക്ക് മുറിക്കാം. അമ്മ മുത്തേ അയ്യോ ഗൈസ് എനിക്ക് തക്കു ഗിഫ്റ്റ് വന്നത് അവളുടെ ഡെക്കറേഷൻ ആട്ടതൊക്കെ അവളുടെ കലാവിരുദ്ധങ്ങളാണ് ഗൈസ്. നമുക്ക് ഫസ്റ്റ് ഗൈസ് അവളെ മറ്റൊരു മുത്ത് വെച്ചിട്ട് അവള് മെറിൻ എഴുതിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അയ്യോ എമ്മിന്റെ മുത്തുകളൊക്കെ കൊഴിഞ്ഞോടിക്കൊണ്ട് അടുത്തത് അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഗൈസ് അവളുടെ ഒരു മുട്ടായി. ഓ ഗൈസ് എനിക്ക് മുട്ടായി കിട്ടി ഗൈസ്. ഓ പെൻസിൽ കിട്ടി. അതിൻ്റെ കുറെ മുത്തുകളുണ്ട് ഇവിടെ. അപ്പൊ എനിക്ക് കിട്ടും റബ്ബർ കട്ടർ കുറെ വെറുത്ത് കിട്ടി. ഇനി നമുക്ക് ഇതൊക്കെ കുറച്ച് കലാപരിപാടികളുണ്ട് ഗൈസ്. ഇതാണ് തക്കു ബർത്ത്ഡേ എഴുതിട്ട് മെറിൻ ഗൈസ്. അവള് ഫ്രെയിം പോലെ ഉണ്ടാക്കി തന്നത് കേട്ടോ. ഇങ്ങനത്തെ കാര്യം അത് വെക്കാൻ പറ്റിട്ടോ. നമുക്ക് വെക്കാൻ പറ്റിട്ടോ. നമുക്ക് അമ്മ വായോ അമ്മ ഞാൻ മുട്ടായി. അയ്യോ ഗൈസ് കുറച്ച് പെൻസിൽ കേക്കിലായിട്ടുണ്ട്. നമ്മള് ചിന്നോട് ഗിഫ്റ്റ് തരാന്. ആ ഗിഫ്റ്റ് ഒക്കെ ആവശ്യമില്ല. അത് ഇത് തരാം. അവിടെ കടന്നത് അയ്യോ അപ്പൊ ഞാൻ മുറിക്കാൻ പോവാണ് ഗൈസ്. എല്ലാരും വിഷ് ചെയ്യോ. അയ്യോ ഊതിട്ടാണോ മുറിക്കുക? അങ്ങനെ ഐശ്വര്യമായി കുഞ്ഞുണ്ണി കേക്ക് കട്ട് ചെയ്ത് ആദ്യമായിട്ട് നല്ല പീസ് കിട്ടി. എന്റെ ഗായ്സിനെ ഫസ്റ്റ് കഴിച്ചോട്ടോ ഗൈസ്. കേക്ക് കഴിക്കാൻ വേണ്ടി വേറൊരാൾ വന്നിട്ടുണ്ട്. ആദ്യം മകൾക്ക് ഫസ്റ്റ്. ഞാൻ ഡാഡിന് കൊടുക്കട്ടെ ഗൈസ്. അയ്യോ പോയി ഗൈസ്. അങ്ങനെ ഐശ്വര്യമായി കളഞ്ഞിരിക്കുന്നു. അതിന്റെ ചാച്ചൻ ചോദിച്ചു എങ്ങനെയാണ് ഈ കൈമണം മുറിക്കുക. അവിടെ കൊടുക്കാൻ അഭിലാഷിന് കേക്ക് കൊടുക്കാൻ പോകണം. കേക്ക് കൊടുക്കണം. എക്കൊന്നും വേണ്ട കേക്ക്. പിന്നെ അഭിലാഷ് കേക്ക് തിന്നു ഗൈസ്. അഭിലാഷ് കേക്ക് തിന്നേ. അപ്പൊ ഗൈസ് എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? ഇതാണ് എന്റെ ബർത്ത്ഡേ ഡ്രസ് എന്നൊക്കെ പറയുന്നത്. അവിടെ മുത്ത് കോമളി കെട്ടത്. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇത്. എന്റെ ചൂസിങ് ഒന്നല്ല, എന്റെ ഡാഡിന്റെ ചൂസിങ് ആണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കളറ്. എന്ത് ചെയ്യാൻ എനിക്കിത് നല്ല ഇഷ്ടമായിട്ട് ഞാൻ ഇത് നാളെ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പൊ എന്റെ അമ്മ വാഴയിലൊക്കെ വെട്ടി കൊടുത്തിട്ടുണ്ട്. ആദ്യം പാർട്ടി പോപ്പർ പൊട്ടിക്കാം. പൊട്ടിക്കൂ. എവിടുന്ന് പൊട്ടിക്കണം? ഇവിടുന്ന് പൊട്ടിച്ചോ. ഒന്ന് അടിച്ചാലേ സുഖ. പാർട്ടി പോപ്പർ പൊട്ടിക്കാനോ അതാണ് പൊട്ടുന്നില്ല. അവൻ നമ്മുടെ
ഇതിന്റെ താഴെ നോക്കൂ. ഇതാണ് ഗൈസ് എന്റെ ബർത്ത്ഡേ. ആദ്യമായിട്ടൊരു ബർത്ത്ഡേ പേപ്പർ നല്ല രീതിക്ക് ഒന്ന് പൊട്ടിക്കിട്ടത്, അല്ലെങ്കിൽ കുത്തിട്ടിട്ട് ഇങ്ങനെ അങ്ങനെ ഗൈസ് പൊട്ടിക്ക. മുത്തൊരു സംഭവം തന്നെയാണ്. അതിലൊരു അടി കിട്ടിയിട്ടുണ്ട് മുത്തിന്റെ വക. ഗൈസ് പട്ടിക്കുട്ടി ഓടിപ്പോയി. അഭിലാഷ് ഓടിപ്പോയിട്ട് പേടിച്ചിട്ട് തക്കു കുളിച്ചു ഇത്ര ഇല്ലേ. അയ്യോ എന്റെ തലയിലാക്കണ്ട. വാങ്ങുണ്ട ബുക്കാറ ചെല്ലക്കുട്ടി വാ ചെല്ലക്കുട്ടി. അപ്പൊ ചെറിയ സദ്യയാണ് എന്റെ അമ്മ ഉണ്ടാക്കി തന്നത്. അച്ചാറുണ്ട്, കേബേജ് തോരനുണ്ട്, അവിയലുണ്ട്, സാമ്പാറുണ്ട്, ഇത്ര ഉള്ളു, പപ്പടവും ഉണ്ട്. ഇതാണ് എന്റെ അമ്മന്റെ കുഞ്ഞു സദ്യ. വെള്ളം പിന്നെ ആരാ പറയേ? സോറി വെള്ളമുണ്ട്, ചോറുണ്ട്, ഞങ്ങളെല്ലാരും കൂടെ കഴിക്കാം. മുത്ത അവിടെ ദിവസത്തേക്ക് ഇരുന്ന് കേക്ക് കൊടുക്കണം. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഏറ്റവും ചെറിയ ബർത്ത്ഡേ ആണ്. അപ്പൊ അടുത്ത പ്രാവശ്യത്തെ ബർത്ത്ഡേ നമുക്ക് ഇടില്ല. കഴിച്ച് കാണാം. ഞങ്ങൾ വയറൊക്കെ ഫുള്ളായി നിറച്ച് ഇനി ഞങ്ങൾക്ക് 2-3 വീഡിയോസ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ക്ഷീണിച്ച് ഞങ്ങൾ ക്ഷീണിച്ചത് ഫുള്ളായിട്ട് അമ്മേന്റെ സദ്യ സീനായിട്ടോ. അപ്പൊ ഇനി ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഗൈസ്. അടുത്ത ബർത്ത്ഡേ നമ്മള് സീനാക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത ബെല്ലൈക്കൺ കുത്തി പൊട്ടിക്കണം. അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരാം. ബൈ.